നമ്മൾ മോഡേൺ സ്ട്രൈക്കാണ് കളിക്കുന്നത്. അപ്പൊ ഗെയിമിനൊരു പ്രത്യേകത ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ഗെയിം എന്ന് പറയാം. നമ്മളിപ്പോ കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഫയർ കളിക്കുന്നവരുണ്ടാവും. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽ റോയാലാണ്. അപ്പൊ നമുക്കിതിൽ ബാറ്റിൽ റോയാൽ മോഡില്ല. നമുക്കിതിൽ വരുന്ന ഫുള്ള് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലെയർ, എന്താ പറയാ, അവൻ FPP ഗെയിമാണ്. നമുക്കിതിൽ ഞാൻ ഇതിന്റെ വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പൊ ഈ ഒരു ഗെയിമിന്റെ ഒരു പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണവും അതേപോലെ കളിക്കാനുള്ള കാരണം, നമുക്കിത് ഹൈ ഗ്രാഫിക്സിലൊക്കെ ഒരുവിധം ഒരു 50K ബഡ്ജറ്റിൽ വരുന്ന ഫോണിലൊക്കെ കളിക്കാം. ഏകദേശം ഒരു 4-6 GB റാമും, അതുപോലെ ഗെയിം വളരെ സ്പേസ് കുറവ് എടുക്കുന്നുള്ളൂ. നമുക്ക് ഏകദേശം ഇപ്പൊ ഞാൻ മാപ്പും കാര്യങ്ങളും കുറെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എത്രയാണ് ഞാൻ ഏകദേശം പ്രൈസ് പറഞ്ഞുതരാം. നമുക്ക് ഈ ഗെയിമിന്റെ സൈസ് വരുന്നത് 3 GB അകത്ത് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഗെയിം. ഇതില് മോഡുകൾ പറയുന്നത് കിങ് ഓഫ് ദ ഹിൽ. അത് ഞാൻ പ്ലേ ചെയ്തിട്ട് വന്നില്ല എത്ര നേരം. നമ്മളോട് ട്രൈ ചെയ്ത് നോക്കാം. സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. അതുപോലെ ബാക്കിയുള്ള എല്ലാ മോഡുകളും നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിലുള്ളതിൽ നമുക്കറിയാം. മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടിയിലുള്ള ബോർഡുകൾ ഏതൊക്കെയാണ്, അതിലുള്ള സെയിം മോഡുകൾ നമുക്ക് ഇതിലും കിട്ടും. വിത്ത് കുറച്ച് എക്സ്ട്രാ, എന്താ പറയാ, ഇതിൽ ഗൺസിന്റെ അപ്ഗ്രേഡേഷൻ എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എടുത്തു കഴിഞ്ഞാൽ ഗണ്ണുകൾ നമുക്ക് ഗെയിമിൽ ഓടാനില്ല. നമുക്ക് ഇതിൽ ഗണ്ണ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗണ്ണിന്റെ പവർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം അത് കളിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഈടെയുള്ള സിനാറിയോകൾ കാണുന്നൊക്കെ മൂഡ് എന്താണോ ആൾക്കാർ പ്രവേശിച്ച് കളിച്ച് വരുന്നത്. ഇതിലെ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ എന്താ, നമ്മുടെ അഡ്രനാലിൻ നമുക്കറിയാം. എന്താ റാങ്ക് ഉണ്ടല്ലോ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി, സെയിം സാധനം തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ ക്യാപ്ചർ ചെയ്യുന്ന പോയിന്റുകൾ, നമ്മുടെ ഡോമിനേഷൻ പോലെ തന്നെ. പിന്നെ ടീം ഡെത്ത് മാച്ച് ഉണ്ട്. പിന്നെ ഫ്രീ ഫോർ ഓൾ പോലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പൊരിക്കാം. അതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് കളിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. വളരെ കുറഞ്ഞ MB നമുക്ക് മൾട്ടിപ്ലെയർ മാത്രം, അതായത് നിങ്ങൾക്ക് ബാറ്റിൽ റോയാൽ കളിക്കേണ്ട, വെറുതെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് സ്പേസ് കളയണ്ടെന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു ഗെയിം നല്ലൊരു ഓപ്ഷൻ ആടാ. ക്യാപ്ചർ പോയിന്റ് കളിച്ചു നോക്കാം. അതേപോലെ ഗൺസ് വളരെ കുറവാണുള്ളത്. നമുക്ക് ഗൺസുകൾ പൈസ കൊടുത്ത് മേടിക്കണം. വളരെ കുറച്ച് പൈസയേ വരുന്നുള്ളൂ. ബാക്കിയുള്ള ഗെയിമിന്റെ ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതിലുള്ള സാധനങ്ങൾക്ക് വളരെ വില കുറവായിട്ടോ എനിക്ക് തോന്നുന്നു. നോക്കിയാൽ നമുക്ക് കാണാം. മറ്റുള്ള ഗെയിമുകൾ വെച്ച് നോക്കുമ്പോൾ അത്രയും ഹെവി പ്രീമിയം സാധനങ്ങളൊക്കെയാണ് ഇതിൽ വില കുറവിന് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് കളിച്ചു നോക്കാം. ഞാൻ ഇതിന്റെ വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ കുറച്ച് സെറ്റിങ്സ്, നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് ഉണ്ടല്ലോ. സെറ്റിങ്സ് നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല ഇപ്പൊ. ഞാൻ നമുക്കൊരു ചിത്രം കാണിച്ചു തരാം. നമ്മൾ ഇതിന്റെ സെറ്റിങ്സ് നോക്കി കഴിഞ്ഞാൽ ഇതില് എന്താ എയിമിങ് അസിസ്റ്റന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏതോ ഒരു സെറ്റിങ്സ് ഗെയിമിലാണ് കൺട്രോളില് ആക്സലറേഷൻ ഞാൻ കൂട്ടിയിട്ടാണ്. അത് നമുക്കൊന്ന് കളിച്ച് സെറ്റായിട്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഹെഡ് പ്രോ യൂസ് ചെയ്ത കാരണം എവിടെന്നാ എനിക്കൊരു ഐഡിയ ഇല്ല. സെക്കൻഡ് ഗൺ ഓപ്ഷൻ ഉണ്ട്. I have contact! Target detected! ഡോമിനേഷൻ പോലെ പക്ഷെ ഇതിലെ ഗണ്ണുകൾക്ക് കുറച്ച് ഇതിൽ ഇങ്ങനെ ഒരു മോഡ് വരുന്നുണ്ട്. നമുക്ക് എനിമീനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സുഖമായിരിക്കും. എനിമികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കിട്ടുന്ന പ്രീമിയം ഗണ്ണുകൾക്ക് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഗണ്ണുകൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അതാണ് ഇപ്പൊ കാണുന്നത്. എനിക്കിതിപ്പോ നമ്മൾ ജസ്റ്റ് നമുക്ക് കുറച്ചു നേരത്തേക്ക് ആയിട്ട് നമുക്ക് ഗണ്ണുകളൊക്കെ കിട്ടും ഓരോ ഇതില്. അങ്ങനെ കിട്ടിയൊരു ഗണ്ണാണ് ഇപ്പോൾ ഇത്. പവർഫുൾ Target detected! കോൾ ഓഫ് ഡ്യൂട്ടിയിലുള്ള സെയിം ആ ഒരു എന്നിട്ട് നമുക്ക് മെഷീൻ കണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് നമ്മുടെ അച്ചീവ്മെന്റ് ഗെയിംസ് നമ്മൾ ഇതെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ വെച്ച് സെൻട്രി കണ്ണാണ് വെച്ചുകൊണ്ട് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. കണ്ട് ഭയങ്കര പവർഫുള്ളാണ്. ഇപ്പോൾ കളിച്ചൊരു നമ്മള് കളിച്ച് ലെവല് കയറുന്നതനുസരിച്ചാണ് കേട്ടോ നമുക്ക് വരുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ ഹെവി ആയിട്ട് വന്നോണ്ടിരിക്കും. Target detected! എനിമി അറിയാം. ഗെയിം കളിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്ന് താല്പര്യമുള്ളവർ പറയാം. ഒരുമിച്ച് കളിക്കാം. അധികം ഹെവി ലോഡ് ഗെയിം കയറ്റി അതുപോലെ ഷൂട്ടിംഗ് ഗെയിം കളിക്കണം. ബാറ്റിൽ റോയൽ എനിക്ക് ബാറ്റിൽ റോയൽ വളരെ അത്ര ഉള്ളൊരു പരിപാടിയല്ല. ബാറ്റിൽ റോയൽ അത്ര കളിക്കാറില്ല. എന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലെയറിംഗ് ആണ്. വേഗം കളി കയറുക, അടുത്ത കളി തുടങ്ങുക. അതെനിക്ക് ഇതിന് ഇഷ്ടമില്ലാത്ത മെയിൻ കാര്യം നമ്മള് ഗെയിമിൽ ഇറങ്ങണം, തോപ്പ് പറക്കണം. ഇതാവുന്ന നമ്മള് തോപ്പ് എടുക്കുക, കൊണ്ടുപോവുക, കളിക്കുക. അങ്ങനൊരു മൂഡ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു ഗെയിമിംഗ് സെറ്റപ്പാണ്. ഞാൻ പി സിയിലാണെങ്കിൽ ബാറ്റിൽ റോയൽ കളിക്കൽ കുറവാണ്. മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലെയർ തന്നെയാണ്. ഇതിനൊരു പ്രത്യേക മൂഡ്, അതിനൊരു പ്രത്യേക ഫാൻ ബേസ്. ഓക്കെ, വിക്ടറി. അപ്പൊ നമ്മൾ തന്നെയാണ് MVP. അപ്പൊ അതാണ് ഗെയിമിന്റെ ഒരു മൂഡ്. കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാരിക്കോരി തരുന്നതാണ്. ഓക്കെ, അതെന്തിനാന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ചിലപ്പോ ഗെയിം സ്റ്റാർട്ടിങ്ങിലായ കാരണം നമുക്ക് അച്ചീവ്മെന്റുകൾ വേഗം വേഗം അൺലോക്ക് ആവുന്നതാവാം. എന്തോ പറ്റില്ല നെറ്റ്വർക്ക്. ചെറിയ നെറ്റ്വർക്ക് നമുക്ക് ഇനി ടീം ഡെത്ത് മാച്ച് ഹാർവെസ്റ്റ് നമ്മുടെ കൺഫേം.
ഈ അലോടെ ഹാർവസ്റ്റ് ലോഡാവുന്നു. എന്തോ അറിയാമല്ലോ. സെക്കൻഡറി ഹാർവസ്റ്റ് കളിക്കുമ്പോൾ ഒരു കുഴപ്പം എനിമിക്ക് നല്ല ഡാമേജ് വരുന്ന ആവും. സാധാരണ നോർമൽ നമ്മൾ Target detected. വൺ ഷോട്ട് കില്ല് ഗണ്ണുകളുണ്ട്. നമ്മള് പൈസ കൊടുത്ത് മേടിക്കാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യില് ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ പോണം. അതല്ല, അങ്ങനത്തെ റയർ ഗണ്ണുകളുണ്ട്. ഒരു പിസ്റ്റൽ വരുന്നുണ്ട്, ജസ്റ്റ് വൺ ഷോട്ട് കില്ലാണ്. Target detected. എന്തുവാ സെയിം ഗൺ. Target detected. സ്നൈപ്പർ Tango in my sight. I have contact. ഇതിപ്പോ ഓഫർ ഗണ്ണ് കിട്ടിയിരുന്ന എല്ലാമാരും Target detected. Target detected. എന്റെ മോനെ അവന്മാരൊക്കെ വഴിക്ക് നോക്കിയിരിക്കുക. നമുക്ക് നേരെ പൂറാക്കി കൊടുത്തോട്ടെ. Target detected. എല്ലാ ഗെയിമുള്ള പോലെ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മാപ്പിൽ അലർട്ട് ആവും. ഇതൊക്കെ റാത്തെ Tango in my sight. ഞാൻ എല്ലാ മോഡ് ചെക്ക് ചെയ്ത് വരുന്നുള്ളൂ. ഒന്ന് പ്രോ പ്ലെയർ ആയിട്ടൊന്നും ആയിട്ടില്ല. അതെല്ലാം കോൾ ഓഫ് ഡ്യൂട്ടി പ്രാക്ടീസിലാണ്. ചങ്ങാകൂടി ഇതിന്റെ ഒരു നമ്മൾ സെൻട്രൽ കണ്ണ് വെച്ചിട്ടുണ്ട്. അവനാരടിച്ചു സെയിം ഗണ്ണാണ് അവൻ്റെ കയ്യിലുള്ളത്. ആ ഗണ്ണത്തിരി കുഴപ്പമില്ല. അവൻ്റെ പേര് അതേപോലെ ഇതിലെനിക്കൊരു സ്ലൈഡ് ഉണ്ടല്ലോ, സ്ലൈഡ് ശോകമാണ്. കാരണം I'm hit. സ്ലൈഡ് നമുക്ക് ഗ്യാപ്പ് ഉണ്ട്, ടൈം ഗ്യാപ്പിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അയ്യോ നമ്മളാണ് താഴെ അമ്മ പോയി. വീണ്ടും ഞാൻ എന്റെ കൂട്ടിയിട്ടുണ്ടല്ലോ.
Our ഇപ്പോൾ team lose. ഈ ലെവലിൽ കയറി തുടങ്ങിയപ്പോഴാണ് പ്ലേയേഴ്സിനൊക്കെ കണ്ടോണം. അതിനു മുമ്പ് ബോട്ടാണോന്ന് അറിയില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ. എനിക്ക് ഇഷ്ടാവാത്ത ഒരു സംഭവമാണ് ഈ എന്തോരം പരച്ചടമ. പിന്നെ ഇതിലൊരു സെറ്റിങ്സ് ഉള്ളത്, നമ്മള് ഗെയിമില് നമുക്ക് ഏത് ഗണ്ണാണ് നമ്മള് റീഫാൻ വരുമ്പോ ഏത് ഗണ്ണ്, പ്രൈമറി ഗണ്ണാണോ ഫസ്റ്റ് മെയിൻ ഗണ്ണു ആണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമൊക്കെ. ആരത്? Tango in my sight! അത് 2 സെക്കൻഡിലൊക്കെ എടുത്തിട്ടുണ്ടാവും. Tango in my sight! ഇപ്പൊ Tango in my sight! മറ്റേ നിർത്തിയ Target detected! Tango in my sight! നിങ്ങൾ കളിക്കുന്ന ഗെയിമുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഗെയിമുകൾ സെറ്റാക്കാം. Tango in my sight!
തീർക്കണം. പേരൊക്കെ എല്ലാം ആപ്പ് കാണാൻ പാടായിരിക്കും. Target detected. I'm hit! വിക്ടറി. അത് നല്ലൊരു ഗെയിം. Next game. Our team wins. എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. VIP പാസ് കിട്ടിയിട്ടുണ്ട് 3 മണിക്കൂർ. ഇത് എന്നും നമുക്ക് 1 അവർ 1 അവർ ഇവിടെ മിനിമം 1 അവർ VIP ഉണ്ട് എനിക്ക്. ഞാൻ 1 അവർ ഒരു മഴക്കാലത്തേക്ക് VIP നമുക്ക് ഗെയിം മറ്റേ പാസുകളിൽ ഒരു മിഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ കിട്ടും. കിട്ടാം. എനിക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ മാറിയിരിക്കും. ഇങ്ങോട്ടും മാറിപ്പോകുന്ന സ്കിൽസൊക്കെ പൈസ കൊടുത്ത് പഠിക്കുന്നുണ്ട്. ഓരോ ഇതിനും ഓരോ സ്കിൽസുകളുണ്ട്. അപ്പൊ അത് മേടിക്കുന്ന നമുക്ക് നമ്മുടെ ഇത് കൂട്ടാം. നെക്സ്റ്റ് ലെവൽ അത് മേടിക്കുന്ന ഇൻക്രീസ് റീലോഡ് സ്പീഡ് ബൈ 10% നമുക്ക് സ്പീഡ് കൂടും. അതേപോലെ ഇൻക്രീസ് റീലോഡ് സ്പീഡ് എന്നിട്ട് കറണ്ട് ലെവൽ അത് ഇത് മേടിച്ചു. ഓരോ ലെവലുണ്ട് വേണ്ട. ലെവൽ 1 ലെവൽ മേടിച്ചു. അപ്പൊ അതേപോലെ ഇതിലുള്ള ഓരോന്നും മേടിക്കുന്നു. അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്കിൽസ് കയറി കയറി വരും. കോമൺ ആയിട്ടുള്ള സംഭവം ഓരോ സംഭവം കാണാം. കുറച്ച് കൂട്ടാനും 250 സ്റ്റഡി നെക്സ്റ്റ് ലെവൽ
ഈ സാധനങ്ങൾ വാങ്ങിയിടാം. അവര് കാശ് കൊടുത്ത് നല്ല അടിപൊളി. La 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 la. Contact! I have contact! ഐ കിട്ടി. കിട്ടി അവനും കിട്ടി. സന്തോഷം. Target detected! ഐ എനിക്ക് ഈ റീലോഡ് എനിക്ക് ഇളക്കം ചെല്ലും. നമുക്ക് ഞാൻ വെറുതെ റീലോഡ് ചെയ്യും. അത് എപ്പോഴൊക്കെയോ റീലോഡ് ചെയ്യപ്പെട്ട് ഞാൻ മരിച്ചു പോയ ഒരാളാണ് കുറെ. റീലോഡ് എനിമി ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ റീലോഡ് ചെയ്യും. ഹാഫ് ആയിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ ഫയർ. അത് ഞാൻ കൂടുതൽ എനിക്ക് റീലോഡ് സ്പീഡ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ മെഗ് യൂസ് ചെയ്ത് കുറവാണ്. എന്റെ പിന്നെ സ്ഥലമൊന്നും പറ്റില്ല കേട്ടോ. ശീലമില്ല, പരിചയമില്ലാത്ത സ്ഥലം. ഓക്കെ Target detected! മോനെ ക്ലോസ് റേഞ്ച് ഇങ്ങനെ കുഴപ്പം. Tango in my sight! സൂപ്പർ. Target detected! ആ ഇതിന്റെ മുകളിൽ ആളുണ്ടായിരുന്നല്ലേ. അങ്ങനെ തന്നെ അടിച്ചേ. ഒറ്റത് നമ്മളല്ല, വേറെ ആരോ നന്നായി കളിച്ച്. ആ, കൊള്ളാം കൊള്ളാടാ. ഇത് നല്ല പ്ലേയേഴ്സിന് വെച്ചെടുക്കും. Our team wins! അപ്പൊ ഇത്രയുള്ള നെക്സ്റ്റ് ഗെയിമില് അടുത്ത വീഡിയോ.